തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ് സഹകരണ സംഘത്തിനെതിരെ കോടികളുടെ തട്ടിപ്പെന്ന് പരാതി. നിക്ഷേപിച്ച പണം പിൻവലിക്കാനാകാതെ നൂറുകണക്കിന് നിക്ഷേപകരാണ് കബളിക്കപ്പെട്ടത്. അപേക്ഷ നൽകിയ മാസങ്ങൾ പിന്നിട്ടിട്ടും ലക്ഷങ്ങളുടെ നിക്ഷേപം തിരികെ നൽകിയില്ലെന്നും പരാതിക്കാർ പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ് സഹകരണ സംഘത്തിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നതായി പരാതി ഉയരുന്നത്. 6 ശാഖകളിലായി നിക്ഷേപിച്ചവർക്ക് പണം പിൻവലിക്കാനുള്ള അപേക്ഷ സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും തുക തിരികെ നൽകിയിട്ടില്ല. അവിടുന്ന് ഇതുപോലുള്ള മറുപടികളൊന്നും കിട്ടുന്നില്ല. പലരും ഹൗസിംഗ് ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ഹൗസിംഗ് ലോൺ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേശ്ശെ നിക്ഷേപം ഇവിടെ നടത്താറുണ്ട്. അത് ഒന്നിച്ചായി കഴിയുമ്പോൾ അത് എടുത്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചികിത്സാർത്ഥം ഞങ്ങൾക്ക് ആ പൈസയെങ്കിലും തന്ന് തരണേ എന്ന് പലതവണ അപേക്ഷ കൊടുത്തിട്ട് പോലും ഇത് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ 8 മാസമായി. ഞങ്ങളൊക്കെ ചെറിയ കച്ചവടക്കാരാണ്. ഡെയിലി ഉള്ള ബാഗ് ഇതിലാണ് പൈസ ഇട്ടത്. ഇപ്പോൾ 8 മാസമായിട്ട് ഇല്ല. ഇതിൻ്റെ പേരിൽ വീട് വയ്ക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ 8 മാസം കൊണ്ട് മുടങ്ങി കിടപ്പുണ്ട്. ഇത് എപ്പോഴാണ് കിട്ടുന്നത് ഒരു പിടിയില്ല. 2 ലക്ഷം മുതൽ 60 ലക്ഷം വരെ നിക്ഷേപം നടത്തിയ അംഗങ്ങളെല്ലാം നടുതെരുവിലാണ്. നിരവധി തവണ ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും അംഗങ്ങൾ പറഞ്ഞു പറ്റിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ അവധി പറഞ്ഞു മയപ്പെടുത്തിയ CPIM അനുഭാവികളായ ബോർഡംഗങ്ങൾ നിലവിൽ വ്യക്തമായി പ്രതികരിക്കുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു. അതായത് ഇലക്ഷൻ കഴിയുന്നിടം വരെ അവർ നമ്മളെ ഇവിടെ സ്വീകരിക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്യാഷ് ഇല്ല, ഞങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തരും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അവരിപ്പോൾ നമ്മളോട് കാണിക്കുന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഓംബുഡ്സ്മാനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സിറ്റി രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കേട്ടില്ല. ഇപ്പം നമ്മൾ ആഭ്യന്തരമന്ത്രിക്ക് മാസ് പെറ്റീഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് നമുക്ക് ഇനിയേ അറിയാൻ പറ്റുള്ളൂ. കൂലിവേല ചെയ്തു കണ്ടെത്തി നിക്ഷേപിച്ച തുക നഷ്ടപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. മൂല്യം കുറഞ്ഞ വസ്തുവകകൾക്ക് വലിയ തുക ലോണായി അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം ലോണുകൾ നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും ഇവ തിരികെ അടയ്ക്കാത്തതാണ് സംഘത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് നിക്ഷേപകരുടെ ആരോപണം. എന്നാൽ കോടികൾ തട്ടിച്ചെന്ന് പരാതികൾ ഉയർന്നിട്ടും വിഷയത്തിൽ ബോർഡംഗങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.